കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയം. കൂട്ടുകാരുടെ ആരുടെയോ കല്യാണം കൂടാൻ പോയതാണെന്നാണ് എൻ്റെ ഓർമ്മ. പോകുന്ന വഴിയിൽ ഒരു പള്ളി കണ്ട് കാറ് നിർത്തി നോക്കിയിരുന്നു പോയി ഞാൻ. അതിന്റെ വലിപ്പമാണോ ആ പള്ളി നിൽക്കുന്ന രീതിയാണോ എന്നൊന്നും അറിയില്ല. ഞാൻ ഏറെ നേരം അങ്ങനെയായിരുന്നു. കൂടുള്ളവരൊക്കെ മിക്കതും കോട്ടയംകാരായതുകൊണ്ട് പള്ളിയുടെ ചരിത്രവും കഥകളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഉള്ളിലൊന്നു കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിലും തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെയും പലതവണ ഞാൻ ആ പള്ളിയുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. എന്ത് കാര്യമാണെന്ന് അറിഞ്ഞൂടാ, ഒരിക്കൽ പോലും എനിക്കൊന്നും അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. ദാ ഇന്നാണ് അതിനൊരവസരം കിട്ടിയത്. ഞാൻ ആദ്യമായി ഈ പള്ളി കണ്ടിട്ട് 7 വർഷങ്ങൾക്ക് ശേഷം. പറഞ്ഞു വന്നത് പുതുപ്പള്ളി സെയിന്റ് ജോർജ് പള്ളിയെ കുറിച്ചാണ്, അഥവാ നമ്മുടെ എല്ലാവരുടെയും പുതുപ്പള്ളി പള്ളി. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറിയാണ് പുതുപ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം പറയുവാണെങ്കിൽ ഏകദേശം 400 വർഷം പഴക്കമുള്ള ദേവാലയമാണ് പുതുപ്പള്ളി പള്ളി. ഇതാദ്യം വാഴക്കുളത്ത് ഒരു കുന്നിൻ മുകളിൽ കൊച്ചു പള്ളിയായി മാതാവിന്റെ നാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാർ ബെഹനാൻ സഹദായുടെ നാമത്തിൽ പുതുപ്പള്ളി പള്ളി പുതുക്കിപ്പണിതു. വീണ്ടും ഒരിക്കൽ കൂടി പുതുക്കി പണിതപ്പോഴാണ് സഹദായുടെ നാമത്തിലായത്. 2003 ഇത് 3 പേരുടെയും നാമത്തിലുള്ളൊരു പള്ളിയായി മാറി. പള്ളിയുടെ വലിപ്പവും ഭംഗിയും ആസ്വദിക്കുന്നതിനിടയിലാണ് അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ണിൽ പതിഞ്ഞത്. പള്ളിക്ക് മുന്നിലൂടെ ഒഴുകുന്ന ആറും ചുറ്റിനുമുള്ള തെങ്ങിൻ തോപ്പുകളും ഒക്കെ കൂടി ഒരു പ്രത്യേക ഭംഗി. ചെന്നപ്പോ അവിടെ ആന്റിമാര് തിരി തെളിയിക്കുന്നത് കണ്ടു. ഞാനും കൂടെ കൂടി. അത് കഴിഞ്ഞ് നേരെ കയറി ചെന്നത് പള്ളിയുടെ ഇടതുവശത്തുള്ള ഓപ്പൺ സ്പേസിലേക്കാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ കുട്ടികൾ നിന്ന് സ്റ്റാർ ഉണ്ടാക്കുന്നു. ഏതൊരു പള്ളിയിലും യുവജന പ്രസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ആവേശമായിരിക്കുമല്ലോ. ഏതായാലും അതിലൊരു തരി പോലും കുറവ് വരുത്താതെ ഇവിടെ നല്ല തകൃതയായി സ്റ്റാർ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് ഇന്നലെ പോയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോഴേക്ക് അടുത്തതിങ്ങെത്തി. ഏതായാലും അവരിവിടെ നല്ല പണിയിലാണ്. ഉള്ളിൽ അച്ഛൻ പ്രസംഗിക്കുന്നുമുണ്ട്. ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരെ ശല്യം ചെയ്യാൻ ക്യാമറയും തൂക്കി ചെല്ലുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വേറൊരാളെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വിശ്രമമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന ഒരാൾ ഇവിടെ ഇന്ന് വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് തന്നെ. അദ്ദേഹത്തിന്റെ ഇടവകയാണല്ലോ ഇത്. പുതുപ്പള്ളി പുണ്യാളനും പുതുപ്പള്ളിയുടെ ജനനായകനും ഞായറാഴ്ചകളിൽ ഇവിടെ ആളുകളെ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കാത്തിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നല്ലോ. ഏതായാലും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുടെ അടുത്ത് ആളുകൾ ദാ വന്നും പോയും ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ചധികം നേരം ഇരുന്നത് ദാഹി കുഞ്ഞ് അതിഥിയാണ് കേട്ടോ. കുഞ്ഞിനെ നോക്കി നിന്നിടത്തുനിന്ന് എന്നെ കണ്ണുപോയത് മേലെയുള്ള ആ എഴുത്തിലേക്കാണ്. ഈ മനുഷ്യന് വേണ്ടി ഇതിലും ചേർച്ചയുള്ളൊരു വാക്യം വേറെ ഏതുണ്ട് ഇവിടെ എഴുതി വെക്കാൻ? കല്ലറയിൽ നിന്നും പള്ളി മുഴുവനായി ഒന്ന് ചുറ്റി നടന്നു കണ്ടു. മേടമാസം 15 മുതൽ 24 വരെയാണ് സാധാരണ ഇവിടുത്തെ പ്രധാന പെരുന്നാൾ. പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻ കുരിശും വെച്ചൂട്ട് സദ്യയും ഏറെ പ്രസിദ്ധമാണ്. കൊടിയേറ്റ് എന്ന ചടങ്ങും ഇവിടെ നടക്കാറുണ്ട്. പ്രധാന പെരുന്നാൾ ദിവസം ചോറും അപ്പവും കോഴിയും നേർച്ചയായി പള്ളിയിൽ വരുന്ന സകല വിശ്വാസികൾക്കും നൽകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് തവണ വരണമെന്ന് വിചാരിച്ച് നടന്നില്ലാന്ന്? അതിൽ പ്രധാന ദിവസമായിരുന്നു ഇത്. പള്ളിയിലെ അപ്പം ഇറച്ചിയും പോലെ ടേസ്റ്റുള്ള ഒരു ഫുഡ് വേറെ എവിടെ കിട്ടാനാ? പക്ഷെ എനിക്ക് ഇവിടെ ഇതുവരെ പെരുന്നാൾ കൂടാൻ പറ്റിയിട്ടില്ലാന്നേ. സാരമില്ല, സമയമുണ്ടല്ലോ. പെരുന്നാൾ കൂടാൻ വരുമ്പോ നിങ്ങളെയും കൂട്ടാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. താങ്ക് യു.